ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ ഇഷ്ടമാത്ര സീരിയലിലെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മഞ്ജിമ രചന അടുത്ത് ചോദിക്കുന്നുണ്ട്, സത്യം പറ രചനെ, ഞാൻ ആദ്യം വിചാരിച്ചത് ഈ മഹേഷിന്റെയും ഇഷിതേനെ ശത്രുവായിട്ട് കണ്ട് അവർക്കെതിരെ പണി കൊടുക്കാൻ പോണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നീ ഇഷിതേനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യണേന്ന്. മഹേഷിനോട് നിനക്കും ഇപ്പൊ പഴയൊരു പ്രണയവും കാര്യങ്ങളും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും രചന മഞ്ജിമ എടുത്ത് പറയണ്ട്, സത്യം പറയാലോ മഞ്ജിമ, ഇനി ഞാൻ ഇതിന്റെ അടുത്തൊന്നും മറച്ചു വെക്കുന്നില്ല. എനിക്ക് ഇഷിതടുത്ത് മാത്രമേ ഉള്ളൂ ദേഷ്യം, മഹേഷിനോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ, പ്രണയം മാത്രമേ ഉള്ളൂ. മുമ്പ് ഞാൻ മഹേഷിനെ പ്രണയിച്ച് നടന്ന സമയത്തുള്ള രചന എന്താണോ അത് തന്നെയാണ് ഞാനിപ്പോ ആയിരിക്കുന്നത്. എനിക്ക് മഹേഷ് എന്ന് വെച്ചാൽ അത്രമാത്രം ജീവനാണ്. എനിക്ക് മഹേഷിന്റെയും എന്റെ രണ്ട് കുട്ടികളുടെയും കൂടെ സുഖമായിട്ട് ജീവിക്കണമെന്ന്, ഈ വീട്ടിൽ ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോ മഞ്ജുമ പറയണ്ട്, എന്റെ രചനയെ, നിനക്ക് ഈ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അത് എന്നോട് വന്ന് പറയാൻ പാടില്ലേ? ഞാൻ ഈ ആഗ്രഹം സാധിച്ചില്ല നിന്റെ കൂടെ നിന്നാനേലോ. കാരണം എന്താണെന്നറിയാവോ, എനിക്ക് ഇഷിതനെ കണ്ണെടുത്താ കണ്ടിട. എന്റെ ഭർത്താവ് കൈലാസേട്ടൻ ഇവിടുന്ന് പോവാൻ കാരണം അവളാ, ആ ഇഷിത. അവള് കാരണമാണ് എന്റെ കൈലാസേട്ടൻ ഇവിടെ നാട് വിട്ടു പോവേണ്ടി വന്നത്. അപ്പോ കൈലാസിന്റെ കയ്യിലിരിപ്പോട്ടൊന്നും അല്ല അല്ലേ എന്ന് രചന ചോദിക്കുമ്പോ, നീ എന്താ രചന അവര് പറഞ്ഞ പോലെ പറയണത്? നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ കൈലാസേട്ടൻ അങ്ങനെ ചെയ്യുന്നു? അയ്യോ, എനിക്ക് എന്നെ കൈലാസിന്റെ പരിചയമൊന്നുമില്ലല്ലോ. നീ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷിത തന്നെയായിരിക്കും ഇതിനെയും പിന്നില്. ഇഷിതക്ക് അങ്ങനത്തെ ഈ വീടും അതുപോലെ തന്നെ മഹേഷിന് മാത്രം ചിപ്പിനെ മാത്രം മതിയായിരിക്കും. അതുകൊണ്ട് നിന്നെയും കൈലാസിനെ പുറത്താക്കാൻ വേണ്ടി അവള് ചെയ്ത വല്ല പണിയായിരിക്കും അത്. അതെ, അതുകൊണ്ട് എനിക്ക് അവളോട് നടിച്ചു പുറത്താക്കണം. അവളുള്ളിടത്തോളം കാലം എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് മഞ്ജിമ പറയുമ്പോ രചന പറയണ്ട, മഞ്ജിമ, ഞാൻ നിനക്കൊരു വാക്കരാം. ഞാനും മഹേഷും ഒന്നാവുകയാണെങ്കിൽ നീ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഒരിക്കലും നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോവേണ്ടി വരില്ല. ഇത് ഈ രചനയുടെ വാക്കാണ്. മതി രചന, എനിക്ക് ഈ വാക്ക് മാത്രം മതി. നീ നോക്കിക്കോ, നിന്നെ മഹേഷിനെ ഒന്നാക്കാൻ വേണ്ടി എന്തൊക്കെ എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവോ അതൊക്കെ ഈ ഞാൻ ചെയ്തു തന്നിരിക്കും. താങ്ക് യു. മാത്രല്ല, നീ ഇടക്കിടക്കിന് ഇങ്ങോട്ട് വരണം കേട്ടോ. ആദിയുടെ പേര് പറഞ്ഞ് നിനക്കിവിടെ വരാലോ. അത് മാത്രല്ല, രാത്രി ആയാലും ഓടിപ്പിടിച്ച് പോകുമൊന്നും വേണ്ട. ആദി ഇവിടെ വരട്ടെ ഒരു ദിവസം പോലും ഇവിടെ നിന്നിട്ടില്ലല്ലോ. അവൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ നിന്നോ എന്ന് പറയാണ്. ശരിയാ, അതൊക്കെ നല്ല ഐഡിയ ആണ്. എന്തായാലും ഞാനിപ്പോ പോട്ടെ, നീ കൂടിയുള്ളത് ഒരു സമാധാനമാണ്. പിന്നെ ഇന്ന് വന്നപ്പോഴേക്കും ഞാൻ അമ്മയുടെ അടുത്ത് കുറച്ച് സംസാരിച്ചു. അമ്മയുടെ മനസ്സും ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ആണോ? നീ ഈ വീട്ടിൽ വരണമെങ്കിൽ ആദ്യം അമ്മയുടെ മനസ്സ് തന്നെയാണ് മാറ്റേണ്ടത്. അത് മാറ്റാൻ എനിക്കറിയാം എന്ന് പറയണം. അമ്മേനൊന്ന് പൊക്കി കൊടുത്താൽ മതി എന്ന് മഞ്ജിമ പറയുമ്പോ, അതെനിക്ക് മുമ്പേ അറിയാവുന്ന കാര്യമാണല്ലോ. എന്തായാലും അതുപോലെ തന്നെ ചെയ്യാം മഞ്ജിമ. താങ്ക് യു സോ മച്ച് മഞ്ജിമ, നീ എന്റെ കൂടെ നിൽക്കണേലേ. ഞാനേതായാലും ആദ്യം കൊണ്ട് ഇപ്പൊ പോകുവാട്ടോ. അമ്മേ, ഞാൻ പോകുവാണ് എന്ന് സ്വപ്നയോട് പറയുമ്പോ, ശരി ശരി എന്ന് പറയുന്നുണ്ട് സ്വപ്നവല്ലി. അങ്ങനെ ആദ്യം മോനെ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആദ്യം കൂട്ടിക്കൊണ്ട് രചന അവിടെ നിന്ന് പോകുവാട്ടോ. അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും ഇഷിത എടുത്ത് മഹേഷ് കുറച്ച് വെള്ളം ചോദിക്കുന്നുണ്ട്. ഇഷിത വെള്ളമായിട്ട് വരുന്നുണ്ട്. മഹേഷിന്റെ കയ്യിലേക്ക് ഗ്ലാസ് കൊടുക്കാണ്. ശേഷം ഇഷിത വെള്ളം മഹേഷിന്റെ മുഖത്ത് നോക്കാതെ ഒഴിച്ചു കൊടുക്കാണ് ഗ്ലാസ്സിലേക്ക്. എന്താണ് തന്റെ മുഖത്ത് ഇത്ര കനം എന്ന് ചോദിക്കുമ്പോ, ഇത്തിരി കനമൊക്കെ ഉണ്ടാവും. മഹേഷിന് പിന്നെ എന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. മഹേഷിന്റെ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ഇപ്പൊ ഒന്നായല്ലോ. ഇനിയിപ്പൊ ഞാൻ ആരാ? അയ്യോ, രചന വന്നതിന്റെ ദേഷ്യമാണോ? അവിടെ ഞാൻ എന്നോട് പറഞ്ഞിട്ടാണ് ഇവിടെ രചന വന്നത്. എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. മഹേഷ് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അവൾ എല്ലാ സമയത്തും വരുമെന്ന്. വീട്ടിൽ വന്നപ്പോ കറക്റ്റ് ആയിട്ട് അവൾ വന്നു. ഞാൻ അടുക്കളയിൽ പോയ സമയം നോക്കി അവള് വന്നു. അതാ മഞ്ജു വെച്ച് ചൊറ്റി കൊടുത്തതായിരിക്കും. പിന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ട് 5 മിനിറ്റേ ഉള്ളൂ. അപ്പോഴേക്കും മഞ്ജു വെച്ച് വിളിച്ചു പറഞ്ഞല്ലോ, ഒന്ന് പോ മഹേഷ്. മഹേഷും രചന തമ്മിൽ എന്തോ ആത്മബന്ധമുണ്ട് എന്ന് ഇഷിത പറയാണ്. എന്ത് ആത്മബന്ധം? താൻ ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞത് തമാശയായിട്ടാണ് എടുത്തത്. പക്ഷെ ഇനി അവളുടെ പേര് എന്റെ പേര് ചേർത്ത് പറയരുത് കേട്ടോ, എനിക്കത് ഒട്ടും ഇഷ്ടമല്ല എന്ന് മഹേഷ് പറയാണ്. ഇപ്പൊ ഇഷ്ടക്കുറവായിരിക്കും, പിന്നീട് തന്റെ 2 കുട്ടികളുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് വരാലോ. 2 കുട്ടികളുടെ അച്ഛനാണ്, 2 കുട്ടികളുടെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ. തനിക്ക് ഒട്ടും കുശുമ്പില്ല കേട്ടോ. ഡോക്ടർ ആണെങ്കിലും കുശുമ്പിന്റെ കാര്യത്തിൽ പെണ്ണുങ്ങളൊക്കെ ഒരുപോലെ. അതെ, അതങ്ങനെ തന്നെയാ എന്ന് ഇഷിതയും പറയാണ്. ശേഷം ഇഷിത അവിടെ നിന്ന് പോകുന്നു കേട്ടോ. മഹേഷിന് ചിരിയാണ് വരുന്നത്. അതേസമയം രചനയും ആദ്യം കൂടി പോകുന്ന സമയത്ത് വണ്ടിയിൽ കുറച്ചു ദൂരം പോകുമ്പോഴേക്കും ആദ്യം പറയണ്ട്, അമ്മേ വണ്ടി ഒന്ന് നിർത്ത് എന്ന് പറയാണ്. രചന വണ്ടി നിർത്തണ്ട. എന്താ മോനെ ചോദിക്കുമ്പോ, അമ്മ പുറത്തേക്ക് ഇറങ്ങ് എന്ന് പറയാണ്. രചന പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്താ മോനെ, എന്താ കാര്യം ചോദിക്കുമ്പോ, അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മമ്മിക്ക് ഡാഡിയുടെ കൂടെ ജീവിക്കാൻ ഒരു താല്പര്യമുണ്ടോ, ഇഷ്ടമുണ്ടോ? ഡാഡിയുടെ കൂടെ ഇനിയും ജീവിക്കണമെന്ന് മമ്മിക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും രചന ആദിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, മോനെ, എനിക്ക് നിന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയാം, സത്യസന്ധമായിട്ട് ഞാൻ പറയാം, എനിക്ക് നിന്റെ ഡാഡിനെ ഇപ്പോഴും ഇഷ്ടമാണ്. ഡാഡിയുടെ കൂടെ ഒന്ന് ജീവിക്കാൻ താല്പര്യമുണ്ട് മോനെ. ഞാൻ ഇന്ന് നിന്റെ കൂടെ വന്നത് ഡാഡിനെ കാണാൻ വേണ്ടി പോയിട്ട്. മഹേഷിന് എത്ര വർഷം ഞാനും മഹേഷ് പ്രണയിച്ച വിവാഹം കഴിച്ചെന്നറിയാവോ? എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് കൊണ്ടാ ഞാനും മഹേഷും പിരിഞ്ഞത്. പക്ഷേ ഇഷിത ഇല്ലെങ്കിൽ മഹേഷ് എന്നെ സ്വീകരിക്കും. കാരണം നിങ്ങൾ 2 മക്കളും നിർബന്ധിക്കുകയാണെങ്കിൽ മഹേഷ് എന്നെ സ്വീകരിക്കും എന്നൊക്കെ പറയുമ്പോ ആദ്യം ഒന്നും മിണ്ടാതെ അതെല്ലാം തന്നെ കേട്ടോണ്ടിരിക്കാട്ടോ.
അതേസമയം ആദ്യം ഇങ്ങനെ ചോദിക്കണ്ട് രജനി ഇങ്ങനെ ചോദിക്കണ്ട ആദ്യടുത്ത്, മോനെ നിനക്ക് ആഗ്രഹമില്ലേ നിന്റെ ഡാഡി മമ്മി നിന്റെ ചെപ്പിയൊക്കെ ഒന്നിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന്? അതെനിക്ക് മുമ്പുണ്ടായിരുന്ന ആഗ്രഹമാണല്ലോ മമ്മി, പക്ഷേ ഇഷിതാമ്മ ഇപ്പോ ഡാഡിയുടെ ഭാര്യയാണല്ലോ എന്ന് പറയാണ്. അത് ആയിക്കോട്ടെ, പക്ഷേ അത് ഇഷിതക്ക് പിള്ളേരൊന്നും ഇല്ലല്ലോ, അവൾക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും മഹേഷിനെ വിട്ടു പോവാനും സാധിക്കും. പക്ഷെ നിന്റെ മമ്മി അങ്ങനെയാണോ? നിങ്ങൾ രണ്ടു മക്കളുടെ അമ്മയല്ലേ മമ്മി, അതുകൊണ്ട് ഇഷിതനെക്കാളും കുറച്ച് സ്ഥാനം കൂടുതൽ മഹേഷിന്റെ ജീവിതത്തിൽ എനിക്കല്ലേ മോനെ എന്ന് പറയാണ്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ഇഷിതാമ്മനെ വേദനിപ്പിക്കാൻ പറ്റില്ല മമ്മി എന്ന് പറഞ്ഞിട്ട് ആദ്യം വണ്ടിയിലേക്ക് കയറാണ്. രചന മനസ്സിൽ വിചാരിക്കുകയാണ്, ഹോ അപ്പൊ ഇവനെ കൊണ്ട് വലിയ സഹായമൊന്നും ഉണ്ടാവില്ല, ഇവൻ തന്റെ കൂടെ നിൽക്കില്ല എന്നൊരു തോന്നൽ രചനയുടെ മനസ്സിൽ വരുവാട്ടോ. അതേസമയം നമ്മുടെ മഹേഷിന്റെ കൂട്ടുകാരിയായിട്ടുള്ള നമ്മുടെ സാന്ദ്രയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരെ വെച്ചിട്ട് ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതായത് പഴയ പോലീസ് എവിടെ വെച്ചിട്ടാണോ കേസ് നിർത്തിയത് അവിടെ വെച്ച് അന്വേഷിക്കുകയാണ്. അതായത് അന്നത്തെ ആ ഒരു ഫ്ലാറ്റിലെ ഫോട്ടേജ് നോക്കിയിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ സെക്യൂരിറ്റി അടുത്ത് ആദ്യം പോയി ചോദിക്കേണ്ടത്, ഇത് വേഷം മാറിയിട്ടാണ് വരുന്നത്, പോലീസുകാരത്തിയുടെ വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും തന്നെ തിരിച്ചറിയുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സാന്ദ്ര പോലീസുകാരുടെ വേഷത്തിലൊന്നല്ല വരുന്നത്, ആദ്യം മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുവാണ്. ബെല്ലടിക്കുമ്പോൾ സ്വപ്നവതിയാണ് വാതിൽ തുറക്കുന്നത്. ആരാ മനസ്സിലായില്ലെന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലായി, ആന്റിക്ക് എന്നെ മനസ്സിലായില്ലേ? ഓ കണ്ടിട്ട് 10-12 വർഷമായല്ലോ, പിന്നെ എങ്ങനെ ഓർമ്മ വരും? ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, എവിടെയോ കണ്ട നല്ല മുഖപരിചയമുണ്ട്, മനസ്സിലാവുന്നില്ല മോളെ ഏതാ? എന്റെ ആന്റി, ഞാൻ സാന്ദ്രയാ, മഹേഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സാന്ദ്ര, കോളേജിലെ. എന്റെ ദൈവമേ, നീ അങ്ങ് മാറിപ്പോയില്ലേ പെണ്ണെ, പൊക്കം വെച്ച് വണ്ണം വെച്ച് ആകെ മാറി. മുമ്പ് ഞാൻ കണ്ടപ്പോ മെലിഞ്ഞുണങ്ങിയ ഒരു പെണ്ണായിരുന്നല്ലോ. മഹേഷ്, ഞാനിപ്പോ ജോലി ചെയ്യണത് ഇവിടെ ആന്റി. ആണോ? എന്ത് ജോലിയാ ചെയ്യണത്? അതൊരു കമ്പനിയിൽ ജോലി ചെയ്യാ എന്ന് സാന്ദ്ര പറയാണ്. മഹേഷ് ഇല്ലേ? അവന് ആക്സിഡന്റ് ആയിട്ട് എല്ലാം അറിയാൻ ആന്റി, മഹേഷ് ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു. ഓഹോ, അപ്പൊ നിങ്ങൾ ഇപ്പോഴും കമ്പനിയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. മഹേഷിന്റെ വൈഫ് ഉണ്ടോ ഇഷിത? അവളും ഉണ്ട് എന്ന് പറയാം. അങ്ങനെ സാന്ദ്ര ഇഷിതയുടെ അടുത്തേക്ക് ആദ്യം പോകുന്നുണ്ട്. ഹലോ, ഇഷിതയല്ലേ ഡോക്ടർ ഇഷിത? അതെ. ആരാ? മനസ്സിലായില്ല. ഞാൻ മഹേഷിന്റെ ഫ്രണ്ട് ആട്ടോ, സാന്ദ്ര. മഹേഷ് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് സാന്ദ്ര അല്ലേ? അതെ. പോലീസ് എസ് എന്നൊക്കെ പറയുമ്പോ, അയ്യോ ഇവിടെ ആർത്തും അങ്ങനെ പറയല്ലേ, ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോ ആർത്തും ഇപ്പൊ എന്നെ കുറിച്ച് അധികം പറയാതിരിക്കണേ നല്ലത്. അതുകൊണ്ട് ഇഷിത ആർത്തും പറയരുത് ഞാൻ എസ് ആണെന്നോ അങ്ങനത്തെ പോലീസ് ആണെന്നൊന്നും ആർത്തും പറയരുത്. ഞാൻ പറയുന്നില്ല, മഹേഷ് എന്നോട് പറഞ്ഞായിരുന്നു. മഹേഷ് കിടക്കുന്നുണ്ട്, വാ, അത് സാരില്ല, ഞാൻ കണ്ടോളാം, ഇഷിതയും വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ മഹേഷിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. മഹേഷിനോട് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇഷിത എടുത്തും ചോദിക്കുന്നുണ്ട്. മഹേഷ് പറയണ്ട് വേറൊരു സംഭവം കൂടി ഉണ്ട്. അന്ന് ആക്സിഡന്റ് ആയ സമയം തൊട്ട് രചന, സാന്ദ്രക്ക് അറിയായിരിക്കുമല്ലോ, എനിക്കറിയാം, അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവള് കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്ത്. പിന്നെ ഇവിടെ അവൾ ഇടക്ക് വരുന്നുണ്ട്. ആദ്യം എനിക്ക് അവളുടെ ശല്യമാണ് ഇല്ലാതാക്കേണ്ടത്, കാരണം ഇഷിത ഒരുപാട് വേദനിക്കുന്നുണ്ട്. പിന്നെ അവൾ എങ്ങനെയാണ് ആക്സിഡന്റ് അറിഞ്ഞ് ആദ്യം വന്നത് എന്ന് കണ്ടുപിടിക്കണം. കാരണം അവള് പറഞ്ഞത് ആദ്യയുടെ സ്കൂൾ ബസ്സിലെ ഡ്രൈവർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഡ്രൈവറിനോട് ഇഷിത ചോദിച്ചപ്പോൾ ഡ്രൈവർക്ക് അങ്ങനത്തെ കാര്യം അറിയില്ല. അപ്പൊ അതിലെന്തൊരു കള്ളമുണ്ട്. അപ്പൊ സാന്ദ്ര അതൊക്കെ അന്വേഷിക്കണമെന്ന് പറയാണ്. അങ്ങനെ സാന്ദ്ര കേസ് അന്വേഷിക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. രചന കുടുങ്ങോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. എന്തായാലും അടിപൊളി എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.